ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ്. എനിക്കിങ്ങനെ ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഞാനൊരു ഐഡിയയിൽ അങ്ങ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കണ്ടൻറ്റാണ്. പക്ഷെ നിങ്ങളെല്ലാവരും കണ്ട് തഴമ്പിച്ച കണ്ടൻറ്റാണ്. ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൈ ഓണം സെലിബ്രേഷൻ. അപ്പം ഞാൻ അത് ശരിക്കുമുള്ള പോലെ തന്നെ, എപ്പോഴുള്ള പോലെ തന്നെ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി. അതൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഫേസ് വാഷ് ഇട്ടത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് മോയ്സ്ചറൈസർ. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ വലിയ മേക്കപ്പ് ബ്യൂട്ടീഷ്യനൊന്നുമല്ല. ജീവിച്ച് പോകാനുള്ള ഇങ്ങനെ ചെയ്ത് പിന്നെ കുറേ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ നമ്മൾ കാണുമല്ലോ, അങ്ങനെ കണ്ട് പഠിച്ച പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ട് ഫൗണ്ടേഷൻ ഇടുന്നതും അങ്ങനെ എല്ലാ സ്റ്റെപ്പും ചെയ്യണമെന്നും അങ്ങനെയൊന്നുമില്ല. അവസാനത്തെ ലുക്ക് കുറച്ച് മെനയുള്ളതായിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ അതിന് പറ്റിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യും. അതാണ് ഈ വീഡിയോ. അപ്പം ഒരു അഫോർഡബിളായിട്ട് മിനിമൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും സാധാ ഒരാൾക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം മോയ്സ്ചറൈസർ ഇട്ടു. സൺസ്ക്രീൻ്റെ ഒക്കെ പാക്കറ്റ് കാണിക്കാൻ പോണു. സൺസ്ക്രീൻ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരുങ്ങും, എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ഞാനും കൂടെ ചെയ്തേക്കാന്ന് വിചാരിച്ചു. പ്രൈമർ ഇതൊക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോൾ മാത്രമേ ഇടാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇട്ട് ഞാൻ ഈ ഫൗണ്ടേഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ കൺസീലർ എടുത്തിട്ട്, മിക്കവാറും ഫൗണ്ടേഷനാണ്, ഈ അണ്ടർ ഐയിൽ മാത്രം ഇടും. എന്നിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കണ്ടെഴുതി ലിപ്സ്റ്റിക് ഇട്ട് പോവും. ഇതാണ് എൻ്റെ നോർമൽ ഡെയിലി മേക്കപ്പ്. എനിക്ക് ഈ പ്രൈമർ ഭയങ്കര ഇഷ്ടമാണ്. മുഖത്ത് ഒരു ചെറിയ തിളക്കമൊക്കെ വരും. എൻ്റെ സൺസ്ക്രീനും അതേപോലെ കേട്ടോ. എനിക്കിങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു ചെറുതായിട്ടൊരു ഓയിലി സാധനമില്ലേ, അത് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനത്തെ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യും. മീറ്റിംഗ്, ഫങ്ഷൻ അങ്ങനെ പോവില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പർ കൺസീലറൊക്കെ ഇട്ട് ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പ്രൈമർ ഇട്ടു. ഞാൻ കൺസീലർ ഇടുന്നില്ല, ഞാൻ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ തന്നെ ഇടുന്നത്. ഓപ്പണായി വരും, പക്ഷെ തലന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനിട്ട് അവിടെ ഒരു കുത്ത്, ഇവിടെ ചെറുതായിട്ട് അവിടെ ഒരു കുത്തും. നോർമൽ ഡെയിലി മേക്കപ്പിൽ ഞാൻ ഈ സാധനം മാത്രമേ ചെയ്യാറുള്ളൂ. ഇന്നിപ്പോൾ കുറച്ച് ഇളകി നിൽക്കാം, കുറച്ച് പൊട്ടി അടിച്ചേക്കാം, ഓണല്ലേ. അയ്യോ, പുലികളിക്ക് പോകുന്നുണ്ടല്ലോ. ഇതൊക്കെ അങ്ങ് ചെയ്തു പോകാറില്ലേ ഉള്ളു. ക്യാമറയിൽ കാണുന്ന ആദ്യമായിട്ടല്ലേ, ക്യാമറയിൽ കണ്ട നല്ല രസമുണ്ട്. ഈ ഒരുപാട് കണ്ണിൻ്റെ അവിടെ അടിയിൽ ചേർത്തിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരുമാതിരി എൻ്റെ കണ്ണ് കുഞ്ഞായി പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും. എന്തോ ഒരു കണ്ണിൻ്റെ ഷേപ്പ് തന്നെ പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇതിടുന്നത്. മോനും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു രാവിലെ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന്. പിന്നെ ഞാൻ വിളിച്ചില്ല, ഉറങ്ങിക്കോട്ടെ. അങ്ങനെ പറയാൻ ഇത് വെളുപ്പിനൊന്നും ഇല്ല കേട്ടോ, രാവിലെ ആയി. എന്നാലും ജോലിയില്ലാത്ത ദിവസം 10 മണി വരെ ഉറങ്ങുന്നതാണല്ലോ പരിപാടി. കുറച്ച് കഴിയുമ്പോഴത്തെ എണീപ്പിക്കണം. കാര്യം മുല്ലപ്പൂ ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് പോയി പിക്കപ്പ് ചെയ്യണം.
അത് കാരണം. അടുത്തത് നമ്മുടെ ഐ മേക്കപ്പ് ചെയ്യാൻ പോവാം ഞാൻ ആദ്യം നമ്മുടെ സ്കിൻ കളറിൽ എന്തെങ്കിലും ഇടും. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കട്ടെ, ഇവിടെയല്ല ലൈറ്റ്. എൻ്റെ അടുത്ത് ഈ ബ്രഷൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കിങ്ങനെ കൈ വെച്ച് ചെയ്യുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത്. ഇനി ബ്രഷ് വെച്ചിട്ട് സ്ഥിരം യൂസ് ചെയ്താൽ ചിലപ്പോൾ അതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ബ്രഷ് യൂസ് ചെയ്യുന്നത് എന്തോ പറ്റത്തില്ല. ഞാൻ ഇച്ചിരി റെഡ് കളർ ആഡ് ചെയ്യട്ടെ. ഓക്കെ, ഇത് മതി. ഇനി ഞാൻ കുറച്ച് ഗ്ലിറ്റർ സാധനം കൂടെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇത് ചെയ്യും, ഇവിടെ മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഐലൈനർ പടം വരയിലോട്ട് കിടക്കാം. കണ്ണ് വരയ്ക്കാം, അല്ലെങ്കിൽ ഓക്കെ. ഇനി ഐബ്രോ എനിക്ക് ഭാഗ്യത്തിന് കുഴപ്പമില്ലാത്ത ഐബ്രോ കിട്ടിയേക്കുന്ന കാരണം ത്രെഡ് ചെയ്യാറില്ല ഞാൻ. ത്രെഡ് എന്നാ ലാസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ എന്നായിരുന്നു, വർഷമായെന്ന് തോന്നുന്നു. ഞാൻ ലാസ്റ്റ് ത്രെഡിങ് ചെയ്ത് ഇസൂട്ടീൻ്റെ ബർത്ത്ഡേക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഇസൂട്ടീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക്. ഇപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേ കഴിഞ്ഞു. എനിക്ക് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ എങ്ങാനും അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്നാലും ഞാൻ തന്നെ ചെയ്യും. പക്ഷേ എനിക്കങ്ങനെ വരാറില്ല അധികം. ഭാഗ്യത്തിന് അധികം ഇതൊന്നുമില്ല, കറക്റ്റ് ഇങ്ങനെ തന്നെ പോത്തേ ഉള്ളൂ. പിന്നെ വരുന്നത് ഉണ്ട് ഇവിടെ കണ്ട ആ ഒരു ഏരിയയിൽ ചിലപ്പം അത് പണ്ട് എനിക്ക് അത്രയും പോലും വരില്ലായിരുന്നു. ഞാൻ ത്രെഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അത് വീണ്ടും അങ്ങനെ വരാൻ തുടങ്ങി. പക്ഷേ എങ്ങാനും അങ്ങനെ വന്നാൽ ഞാൻ തന്നെ ചെയ്യും. കാര്യം എനിക്ക് ഇവിടെ പോയി ചെയ്തിട്ട് ചില പ്രാവശ്യം ഇഷ്ടമാവും, ചില പ്രാവശ്യം ഇഷ്ടാവില്ല. ഈ ഐബ്രോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ജസ്റ്റ് ഒരിതിന് ഇവിടെ ഈ എൻഡൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇപ്പം ഇതും തമ്മിൽ വ്യത്യാസമില്ല. ഈ എൻഡ് മാത്രം ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ലൈറ്റാക്കി കൊടുക്കും. എനിക്ക് ഒരുപാട് എഴുതുമ്പോൾ മറ്റേ കാട്ടുമാക്കാൻ്റെ കണക്കിരിക്കുന്ന ലുക്ക് എനിക്കിഷ്ടമല്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തിരുവാതിര കളിക്ക് പോകുമ്പം പിരിക എഴുതും. എൻ്റെ അമ്മയെ പിരിക എഴുതുമ്പോൾ മുഖം മാറുന്ന ഒരു മാറ്റം എനിക്കിഷ്ടമല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി ഇനി കുറച്ച് ബ്ലഷ് ഇടണം. ബ്ലഷിന് ഞാൻ ബ്ലഷൊന്നും മേടിച്ചിട്ടില്ല. എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് മേബിളിൻ്റെ. അത് തന്നെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യും. ചില സമയത്ത് ഇങ്ങനെ വരച്ചാൻ കൊടുക്കും. ഒരു സമയം ഓരോ ഇച്ചിരി മൂക്കിൽ, ഇച്ചിരി താടിയിൽ, ഇച്ചിരി ഇവിടെയും കൂടെ നേടും. ബ്ലെൻഡ്. തീരാറായി. ബ്ലഷ് ഇട്ട് ഞാൻ കണ്ടായിരുന്നു.
ചേച്ചി എണീറ്റൊന്നും ചോദിച്ചിട്ട് ഒരാൾ മെസ്സേജ് അയച്ചേക്കണ്ടല്ലോ. ഓക്കെ, ഹൈലൈറ്റർ. ഈ ഹൈലൈറ്റർ വേണോ, ഈ ഹൈലൈറ്റർ വേണോ, അതോ സ്റ്റിക്ക് വേണം? 3 ടൈപ്പ് ഉണ്ട്. ഇതിടാം, കുലുക്കിയിട്ടിടണം. ഹൈലൈറ്റർ എനിക്ക് തോന്നിയെടുത്തൊക്കെ ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം മുഖം ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു മുഖം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തോന്നിയെടുത്തൊക്കെ ഇടും. ഞാൻ ഹൈലൈറ്റർ ഫൗണ്ടേഷൻ പോലെയാണ് ഇങ്ങനെ ചോദിക്കരുത്. എനിക്കിഷ്ടം അങ്ങനെ സെറ്റാക്കി കിട്ടും, ഞാൻ പേടിക്കണ്ട. അപ്പം നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് അതിൽ സെറ്റ്. ലിപ്സ്റ്റിക്ക് ഇന്നലെ ഞാൻ ലൈറ്റ് ഷെയ്ഡായിരുന്നു കേട്ടോ, ന്യൂഡ് കളറായിരുന്നു ഇട്ടത്. ഇതും ഞാൻ എപ്പോഴും മിക്സ് ചെയ്തിടുന്നത്. ഇതും കൂടെ ആയിരുന്നു ഇന്നലെ ഇട്ടത്, ന്യൂഡ് ഷെയ്ഡ്. ഇന്ന് ഞാൻ റെഡ്. മിക്കവാറും ഏത് ലിപ്സ്റ്റിക്ക് ഇട്ടാലും ഞാൻ ഈ സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ടർ സാധനം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്നാക്കും. ഉള്ളിൽ മറ്റേ ഏതാണോ ഇടുന്നത് അതിടും. ഓക്കെ, ഇതും കൂട്ടുള്ളത്. പൊട്ടാണ് മിസ്സിങ്. റെഡ് പൊട്ടിടണോ? പൊട്ട് ലാസ്റ്റ് വെക്കാം. അപ്പം ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. കണ്ണ്, ലിപ്സ്റ്റിക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഞാനിത് മാറ്റി ഇന്നലത്തെ ലിപ്സ്റ്റിക്ക് തന്നെ ഇടാൻ പോകും. ഇത് കൊള്ളാലോ. എനിക്കെന്തോ ഇങ്ങനത്തെ ഷെയ്ഡൊക്കെയാണ് കുറച്ച് ഇഷ്ടം. ഞാനേ കുറച്ച് ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടാം. അതെന്നു വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ആവും. ഇത് മേബിലിൻ്റെയാണ് സൂപ്പർ സ്റ്റേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ. ഇതിൻ്റെ ബ്രൗൺ ഷെയ്ഡും ഉണ്ട് എൻ്റെ അടുത്ത്. ഈ സാധനം അടിപൊളി കേട്ടോ. ഇത് ഇടുമ്പോൾ ഭയങ്കര ഇങ്ങനെ കുറേ ഇരിക്കുന്ന പോലെ തോന്നും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഒട്ടും, പിന്നെ എങ്ങും പറ്റൂല. ഇതെനിക്കിഷ്ടമായി. ഓക്കെ, ഒരു മെയിൻ സാധനം ഞാൻ മറന്നുപോയി. അത് ഞാൻ എപ്പോഴും മറക്കാറുണ്ട്, മസ്കാര. അതാ ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നി. അയ്യോ, ഞാൻ ചവിട്ടി. എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നി. അതിതായിരുന്നു. ഓക്കെ, ഡൂബി. ഇതായിട്ട് എൻ്റെ കൺസീലർ. എല്ലാവരും തിരിച്ചു നോക്കുക. അപ്പം ഞാൻ പോയി ഡ്രസ്സ് ചെയ്തിട്ട് വരാം. ടാറ്റാ, ബൈ. ഹലോ ഗൈസ്, അപ്പോൾ അതെ ഞാൻ റെഡി ആയിട്ട് വന്നേക്കാണ്. ഞാൻ മേക്കപ്പ് ഇട്ടത് കാണിച്ചായിരുന്നല്ലോ, ബാക്കി ഹെയറും ഡ്രസ്സ് ചെയ്തൊന്നും ഞാൻ കാണിച്ചില്ല, കാര്യം ഭയങ്കര ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഹെയർ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ മറ്റേ നമ്മുടെ
യൂട്യൂബിൽ ഒരു പുള്ളിക്കാരി യൂസ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ഈ സാധനം മേടിച്ച് എപ്പോഴും എല്ലാ കൊല്ലവും ഇങ്ങനെ അഴിച്ചിട്ടിട്ട് മുല്ലപ്പൂ വെക്കലോ അല്ലെങ്കിൽ അഴിച്ചിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു. അപ്പോൾ ഈ കൊല്ലം വേറെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തേ. ബാക്കിൽ കൊള്ളാവോ? ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ, കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസ് ഇനി ഇടണം എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ.